വെബിൻ്റെ കാര്യം വരുമ്പോൾ എനിക്കും ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെയാണ് നമുക്ക് വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയാണ്. വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കലി ഒരു വെബ്സൈറ്റിൻ്റെ പർപ്പസ് മാത്രമേ ഉള്ളൂ. അതായത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാനുള്ള ഒരു സാധനം, ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനം. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നമ്മുടെ ലീഡ് ജനറേഷൻ സോഴ്സ് ആണ്. ഒരു ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ വെബ്സൈറ്റിലൂടെ നമുക്ക് ലീഡ്സ് വരുന്നതാണ്. അത് വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾക്ക് ചെയ്യാനായിട്ട് വലിയ ചലഞ്ചസ് ഒന്നുമില്ല. അവർ ആ ആംഗിളിൽ ചിന്തിക്കാതെ പോകുന്നതാണ്. വെബ്സൈറ്റിനെ നമ്മുടെ ഒരു കടയുടെ മുമ്പിൽ ഒരു ലൈറ്റ് ബോർഡ്, ഒരു സൈൻ ബോർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനപ്പുറം ഒരു ലീഡ് ജനറേഷൻ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ലെവലിലേക്ക് മാറേണ്ടതുണ്ട് ഈ ബിസിനസ്സുകളൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മെറ്റയോ അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള പെയ്ഡ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ വരുന്നത് പോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ലീഡ്സും കൺവെർഷൻസും വെബ്സൈറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ഇ കൊമേഴ്സ് ലെവലിൽ മാത്രമല്ല പറയുന്നത്. നമ്മൾ സർവീസിങ് ഇൻഡസ്ട്രി, ഏത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ആവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഹോസ്പിറ്റാലിറ്റി ആവട്ടെ, ഏത് ഇൻഡസ്ട്രീസിലും വെബ്സൈറ്റിലേക്ക് വരുന്നൊരു ലീഡ് അൾട്രാ ഹോട്ട് ലീഡ് നമുക്ക് വിളിക്കാൻ തയ്യാററിയാണ്. അപ്പം നേരത്തെ പറഞ്ഞ ഒരു സൈൻ ബോർഡിൻ്റെ പർപ്പസിനപ്പുറത്തേക്ക് ഇതിലൂടെ ഒരാൾ വന്ന് കുറച്ച് ആക്ഷൻസ് എടുക്കണം. അവർ കുറച്ച് അവിടുത്തെ ഇരിക്കുന്ന കോണ്ടന്റ് കൺസ്യൂം ചെയ്യണം. അത് വായിക്കുമ്പോഴാണ് ഇവർക്ക് ഈ ബ്രാൻഡുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ഒരു ലീഡ് ഫോം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു SOPയുടെ ഭാഗം. വെബ്സൈറ്റിനകത്ത് ലീഡ് ഫോം ഇല്ലാത്ത വെബ്സൈറ്റ് ഇനി ഈ കാലത്ത് ചെയ്യരുത് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഡേറ്റ അവിടെ ക്യാപ്ചർ ചെയ്യാൻ കൂടി വേണം ഇവരെ റീമാർക്കറ്റ് ചെയ്യാനും ഓൾറെഡി തന്നെ ലീഡ് തന്നവരോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തവരൊക്കെ റിട്ടൻഷൻ നടത്താനും പിന്നെയും പർച്ചേസ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും.